തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടി ഉയർത്തുക. തിരുവമ്പാടിയുടെ കൊടിയേറ്റ ചടങ്ങ് ആരംഭിച്ചു. വിവരവുമായി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. നടരാജ, എപ്പോഴാണ് കൊടിയേറ്റം? ജിംസ്, പൂരം കൊടിയേറ്റം അല്പസമയത്തിനകം നടക്കും. ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റങ്ങൾ പല ഭാഗങ്ങളായി നടക്കുന്നുണ്ട്. ഞാനിപ്പോഴുള്ളത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ 11 മണിക്കും 11:30ക്കും ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ദേശക്കാർ കൊടിക്കൂറിയുമായി കൊടിമരവുമായി പൂജകളും മറ്റുമായി ഇപ്പോൾ നിൽക്കുകയാണ്. അല്പസമയത്തിനകം കൊടിമരം ദേശക്കാരുടെ ആരവങ്ങൾക്കിടയിലൂടെ ഉയർത്തും. അതോടുകൂടി തൃശ്ശൂരിൽ പൂരത്തിൻ്റെ വരവായി. ഘടകക്ഷേത്രങ്ങൾ ഇന്നു മുതൽ അവരവരുടെ ദേശങ്ങളിൽ നിന്നും പൂരപ്പുറപ്പാട് നടത്തിക്കൊണ്ട് വീടുകൾ സന്ദർശിച്ചുകൊണ്ട് പറയെടുത്തു തുടങ്ങും. അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ കൊടിയേറ്റ് നടക്കും. നമുക്കറിയാവുന്ന പോലെ 11 മുതൽ 11:30 വരെ തിരുവമ്പാടിയിൽ കൊടിയേറ്റ് നടക്കും. 11:30-ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റ് നടക്കും. ഇതോടുകൂടിയാണ് പൂരത്തിൻ്റെ ആവേശം വരിക. 26-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ നിറ സൗന്ദര്യങ്ങളെല്ലാം ഒളിപ്പിച്ച കൊടികളാണ് ഉടൻ ഉയരാൻ പോകുന്നത്. പൂരപ്പന്തലുകളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ആൽവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഒക്കെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും 8 ഘടകക്ഷേത്രത്തിലും വർണ്ണക്കൊടിയേറുന്നതോടെ പൂരപ്രതീക്ഷകൾ പരക്കുകയാണ്. സിംഹമുദ്രയുള്ള ചന്ദ്രക്കല മുദ്രയും പതിപ്പിച്ചതാണ് പാറമേക്കാവിലെ പൂരക്കൊടി. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവമ്പാടിയിൽ മഴവില്ലിൻ്റെ നിറങ്ങളിലുള്ളതാണ് തിരുവമ്പാടിയുടെ കൊടി. ആലിലെയും മാവിലെയും കെട്ടി അലങ്കരിച്ച കവിങ്ങിൻ കൊടി മരമാണ് നമ്മൾ കാണുന്നത്. അതിൽ ദേശക്കാർ കൊടികൾ ഉയർത്തുന്നതോടെയാണ് ആരവം ആകാശത്തോളം മുട്ടുക. 216 സെന്റിമീറ്റർ നീളവും 36 സെന്റിമീറ്റർ വീതിയുമുള്ളതാണ് പാറമേക്കാവിൻ്റെ പൂരക്കൊടി. കൊടിക്ക് 3 കാലുകളും ഇവയുടെ അറ്റങ്ങളിലായി 7 മണികളും ഉണ്ടാകും. പ്രത്യേകതരം തുണികളാണ് ഇതിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 195 സെന്റിമീറ്റർ നീളവും 35 സെന്റിമീറ്റർ വീതിയിലുമാണ് തിരുവമ്പാടിയുടെ പൂരക്കൊടി. പൂങ്കുന്നം വടക്കേ വീട്ടിൽ വി സുജിത്താണ് ഇത്തവണ കൊടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തിരുവമ്പാടിയുടെ പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരൻ, സുഷിത്ത് എന്നിവർ ചേർന്നാണ് കൊടിമരം തയ്യാറാക്കിയത്. ചെമ്പിൽ കുട്ടൻ ആശാരിയാണ് പാറമേക്കാവിൻ്റെ കൊടിമരം നിർമ്മിക്കുന്നത്. എന്തായാലും കൊടി ഉയർത്തൽ അല്പസമയത്തിനകം നടക്കും. പിന്നീട് എഴുന്നള്ളിപ്പാണ്. തിരുവമ്പാടിക്ക് വേണ്ടി തിരുവമ്പാടി രാജശേഖരനാണ് തിടമ്പേറ്റുന്നത്. പാറമേക്കാവിനും ഇത്തരത്തിൽ അല്പസമയത്തിനകം പാറമേക്കാവിന് വേണ്ടി കാശിനാഥനും കൂടി തിടമ്പേറ്റുന്നതോടെ 2 വിഭാഗത്തിൻ്റെയും മേളവും മറ്റും വരും. എന്തായാലും പൂരാവേശം അലതല്ലുകയാണ് തൃശ്ശൂരിലെ എല്ലാവരും പൂരത്തിൻ്റെ കൊടിയേറ്റിൻ്റെ ആവേശത്തിലാണ്. ചില പ്രതികരണങ്ങൾ കാണാം. എത്രത്തോളം ആവേശമുണ്ട് തൃശ്ശൂരിൽ പൂരം കൊടിയേറുമ്പോൾ? എന്താണ് പ്രതികരണം? തൃശ്ശൂർക്കാരൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായുള്ള തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുമ്പോൾ മനസ്സിൽ ഇനിയുള്ള ദിവസങ്ങൾ ഉത്സവത്തിനുറപ്പിൻ്റെ ഓരോ ഘട്ടവും പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമാക്കാനുള്ള പ്രാർത്ഥനകളും ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ തുടർച്ചയാണ് ഈ പൂരം. ആ പൂരത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആനയായാലും വെടിക്കെട്ടായാലും മറ്റ് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പൂരം. അതിഗംഭീരമാക്കാനുള്ള തട്ടക നിവാസികളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ്. എത്രത്തോളം ആവേശമുണ്ട് ഇത്തവണ പൂരത്തിന്? വളരെയധികം ആവേശമാണ്. പൂജയുടെ സമയമാണ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പൂരത്തിൻ്റെ പൂജാ ചടങ്ങുകൾ ആ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടിക്കൂറ തയ്യാറാക്കുകയാണ്. കൊടിക്കൂറയിൽ പൂജകൾ നടക്കും. ക്ഷേത്രത്തിനകത്ത് നിന്നും ഇത്തരത്തിൽ കൊടിക്കൂറ കൊണ്ടുവന്നതിന് ശേഷം ഇത് നമ്മൾ കാണുന്ന പൂരത്തിൻ്റെ കൊടിയിൽ അത് പതിപ്പിച്ച ശേഷമായിരിക്കും ഇത് ഉയർത്തുക. ദേശക്കാർക്കൊന്നാകെ വലിയ ആവേശമായിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ കൊടിയേറ്റം നടക്കുക എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൽ തിരുവമ്പാടിയുടെ പ്രതിനിധികൾ പൂരത്തിൻ്റെ
എത്രത്തോളം ആവേശത്തിലാണ്? എന്തെല്ലാം ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്? ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കൊടിയേറാൻ പോവാണ്. ഈ ആശാരി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊടി ആര് കെട്ടി കൊടി ഇപ്പൊ കൊണ്ട് കയറ്റും. അതിനുശേഷം കൊടി ഉയർത്തും. എല്ലാവരും ദേശക്കാർ കൂടി കൊടി ഉയർത്തും. എന്തെല്ലാം നിറത്തിലുള്ള ഇതൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള കൊടിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാമോ? ഇവിടുത്തെ കൊടി വെച്ചാൽ നമുക്ക് സിംഹത്തിന്റെ കൊടികളാണ്. ഇത് 2 കളർ ദ്വിവർണ്ണ കൊടിയാണ് കളറ്. കയറ്റാണ് കൊടി. ഇത് എല്ലാം കൊടിയാണ്. മറ്റേ നമ്മൾ മഞ്ഞയും നീലയും കൂടിയിട്ടുള്ള കൊടിയാണ് നമ്മൾ കയറ്റുക. നാക്കിനാലും നടുന്നല്ലോ. താങ്കൾ എത്ര കാലമായി ഈ കൊടിയുയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കുന്നു? അതിന്റെ ഒരു അനുഭവവും സന്തോഷവും എത്രത്തോളമാണ്? നമ്മളിത് 40 കൊല്ലമായി പങ്കെടുക്കണം. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് തൊട്ട് നമ്മുടെ പൂരമാണ്. ശരി, കൊടി കയറിക്കഴിഞ്ഞാൽ നമുക്ക് പൂരം കഴിഞ്ഞ ഒരു വിശ്രമമില്ല. ഇത് കഴിഞ്ഞാൽ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുക, ഘടകക്ഷേത്രങ്ങളിൽ നടക്കുക? ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഘടകക്ഷേത്രങ്ങളും കൊടിയേറി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പൂരാവേശത്തിലാവും. നമ്മളിത് കഴിഞ്ഞ് നമ്മുടെ പണി ഒരു 6 മാസമായിട്ട് തുടങ്ങിയ പണിയാണ്. ഇന്നോട്ട് മൂർധന്യത്തിലാവും പൂരം. താങ്കൾ വടക്കുംനാഥ ക്ഷേത്ര സമിതിയുടെ ഉപദേശക സമിതി അംഗം കൂടിയാണല്ലോ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് പൂരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്നത്? വടക്കുംനാഥൻ മൂകസാക്ഷിയാണ്. ഈ തൃശ്ശൂർ പൂരം മുഴുവൻ വടക്കുംനാഥനിലാണ്. എന്നുവെച്ചാൽ അങ്ങോട്ട് അവിടെ ഇപ്പോൾ നമ്മളെല്ലാ ഒരുക്കങ്ങളായി കഴിഞ്ഞു. തെക്കോട്ട് ഇറക്കുന്നുണ്ട് ഒരുക്കങ്ങളായി. ആൾക്കാർക്ക് കയറാൻ റാമ്പ് ഒരുങ്ങി കഴിഞ്ഞു. അകത്തെ എല്ലാ ഒരുക്കങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. വടക്കുംനാഥൻ പൂജ മുടങ്ങില്ല. ഇത് എല്ലാ പൂജ മുടക്കുന്ന അടക്കം മൂകസാക്ഷിയാണ് ആള്. അതായത് ഭഗവതിമാർ വടക്കുംനാഥനെ കാണാൻ ചെല്ലുന്നതാണ് ഈ പൂരം എന്നുള്ള കൺസെപ്റ്റ് അല്ലേ? അതിനെ വടക്കുംനാഥനാണ് മെയിനാണ്. അങ്ങോരുടെ മുമ്പിൽ എല്ലാവരും വരും. ചെറുപൂരങ്ങളെ എല്ലാവരും അങ്ങോട്ട് ഒന്ന് കാണാം. അതിനൊരു ശിവരാത്രിക്ക് ഇതൊരു ആചാരം കൂടി ഉണ്ട്. ഇതെല്ലാ പൂരങ്ങളും എല്ലാ ദേവീദേവന്മാരും വടക്കുംനാഥനെന്ന് തുടങ്ങും. ഇന്ന് ആറാട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇന്ന് വൈകുന്നേരം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആറാട്ട് പാർമേക്കാവ് ഭഗവതിയുടെ ആറാട്ട് വടക്കുംനാഥനിലെ സൂര്യപുഷ്കരണിയിലാണ്. തിരുവമ്പാടിയുടെ ആറാട്ട് പടിഞ്ഞാറ് ചിറയിലാണ്. ഈ ചന്ദ്രപുഷ്കരണി തുടർന്ന് ആറാട്ട് നടക്കുന്ന വർഷത്തിലൊരിക്കലാണോ? എങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം? ചന്ദ്രപുഷ്കരണിയിൽ പാർമേക്കാവ് ഒരിക്കലാണ് ആടാറ്. അത് ഇന്നാണ്. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. ഒരു 2:30 മണിയോടുകൂടി ആറാടും. 2 ദേവസ്വങ്ങളുടെയും മേളം വൈകിട്ട് നടക്കുമല്ലോ. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? 2 ദേവസ്വങ്ങളുടെയും മേളം നടക്കുമല്ലോ വൈകിട്ട് തിടമ്പേറ്റിക്കൊണ്ട്. പാർമക്കാവിന് മേളം 11:30 കോടി കയറി കഴിഞ്ഞാൽ അവിടുന്ന് പോരും. നമ്മുടെ മേളം 3 മണിയോടുകൂടി ഇവിടെ തുടങ്ങി 4:30 കൂടി അവിടെ നാക്കിനാലിലെത്തി പഞ്ചായത്ത് പിന്നെ മേളത്തോട്ട് കയറും. കൊടിയേറ്റ് നടക്കട്ടെ. എല്ലാവരും ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും പൂരാശംസകൾ. എല്ലാവരും വലിയ പൂരത്തിന്റെ ആവേശത്തിലാണ്. നമുക്കിവിടെ അമ്മമാരുണ്ട്, അവരൊരു പ്രതികരണം കൊടുക്കണം. അമ്മ എത്രത്തോളം സന്തോഷമുണ്ട് ഇത്തവണ? വലിയ സന്തോഷമാണ്. ഞങ്ങൾ തിരുവമ്പാടി പരിസരത്തുള്ളതാണ്. കാരണം എല്ലാ കൊല്ലം ഞാൻ പൂനേരെ എല്ലാ കൊല്ലവും വരാറുണ്ട്. തൃശ്ശൂർക്കാർ തന്നെയാണ്? ആ, തൃശ്ശൂർക്കാർ. എന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരത്തിന്റെ കൊടിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കത്? അത് എനിക്ക് അത്രയും അറിഞ്ഞൂടാ. അല്ല, ഞാൻ ചോദിച്ചത് വീടുകളിൽ ആളുകൾ എത്തി തുടങ്ങും. പൂരം റൗണ്ടിലിരുന്ന് കാണാൻ വളരെ കുറച്ച് പേർക്കല്ലേ പറ്റാറ്? അതെ അതെ, ഞങ്ങൾ ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോണത് കാണും. പിന്നെ വലിയ സന്തോഷം തന്നെയാണ്. എന്താണ് തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ? ഇവിടുത്തെ കാര്യം തന്നെയാണോ? എന്താണ് നിങ്ങളെ സമയത്തുള്ള ഒരു പൂരം കൊടിയേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വികാരം? ഇതെന്റെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ന്യൂ ആണ്. ഇവിടെ പുതിയ ആളാണ്? അല്ല, കാണുന്നതൊക്കെ പോയി. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂരിലാണ്, പക്ഷേ മലേഷ്യയിലാണ് നിൽക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ കൊടിയേറ്റ് നമുക്ക് നടക്കും. പാരമ്പര്യ അവകാശികളുടെ അനുവാദത്തോടെയും ആശീർവാദത്തോടും കൂടി തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് തിരുവമ്പാടിയിൽ രാവിലെ മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകർക്കായി കാണിച്ചിരുന്നു. അല്പസമയത്തിനകം കൊടിമരം ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ദേശമാകെ ഇതിനായി കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം. അജിംസ് അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ കൊടിമരം ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പാർമേക്കാവിലും കൊടിയുയർത്തൽ നടക്കും. ഇന്ന് രാവിലെ ലാലൂർ ക്ഷേത്രത്തിൽ കൊടിയുയർത്തൽ ഏതാണ്ട് 8:30 മണിയോടുകൂടി നടന്നിരുന്നു. ഇതേ സമയങ്ങളിൽ തൃശ്ശൂരിൻ്റെ ഈ പൂരത്തട്ടകത്തിലെ 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കൊടിയേറ്റ് ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. ഇവിടെയുള്ള കൊടിയേറ്റ ചടങ്ങിന് ശേഷം ഇവിടെ മേളം ആരംഭിക്കും. മേളത്തിനും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടമ്പേറ്റുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി 3:30 എഴുന്നള്ളിപ്പ് നടക്കുക. നായ്ക്കനാലിലെത്തുമ്പോൾ നായ്ക്കനാലിലും നടുവിലാലിലും പൂരക്കൊടികൾ ഉയരും. വടക്കുംനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തും ഈ പൂരക്കൊടികൾ സ്ഥാപിക്കും. അവിടെ വെച്ചാണ് മേളം അവസാനിക്കുക. നടുവിൽ മഠത്തിൽ ഇന്ന് ആറാട്ട് നടക്കും. എന്തായാലും
വലിയ രീതിയിലുള്ള ആവേശത്തോടുകൂടി പൂരത്തിൻ്റെ കൊടിയേറ്റ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഭൂമി പൂജ രാവിലെ നടന്നു. അതിനുശേഷമാണ് ശ്രീകോവിലിൽ പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ഉയർത്തുന്നത്. ഉച്ചയ്ക്ക് 3-ന് ക്ഷേത്രത്തിൽ നിന്നും പൂരത്തിൻ്റെ പുറപ്പാട് കൂടി നടക്കും. എന്തായാലും അജിംസ്, വലിയ പൂരാവേശത്തിലാണ് തൃശ്ശൂർ ജനത എന്ന് പറയാം. ദേശക്കാർ അല്പസമയത്തിനകം പൂരം കൊടി ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഘടകക്ഷേത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കണിമംഗലം ശാസ്താക്ഷേത്രം, ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രം, പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്യായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം, കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് പൂരത്തിൻ്റെ ഘടകക്ഷേത്രങ്ങൾ. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂരത്തിൻ്റെ കൊടി ഉയർത്തൽ ഇന്ന് നടക്കുകയാണ്. അജിംസ്. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയുയർത്തലാണ്. തൃശ്ശൂർ പൂരത്തിന് ഔപചാരികമായ തുടക്കമാവുകയാണ്. കൊടിയുയർത്തുന്നതോടെ ആദ്യം തിരുവമ്പാടിയുടെ കൊടിയേറ്റാണ് നടക്കുന്നത്. കൊടിയേറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ കൊടിമരം അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ കൊടിയേറ്റം നടക്കുന്നതാണ്. ഓക്കെ. നടരാജ്, നല്ല ചൂടുള്ള സമയമാണല്ലോ. ഈ കൊടിയേറ്റമൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ഒരു സംശയവുമില്ല, നല്ല ചൂടാണ്. എല്ലാവരും തന്നെ വിയർത്തൊലിച്ച് നിൽക്കുകയാണ്. പൂരത്തിനും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഒരു വലിയ പുരുഷാരം തന്നെ തേക്കങ്കാട് മൈതാനിയിൽ തിങ്ങി നിറക്കുന്ന വർണ്ണാഭമായ കാഴ്ച ഇത്തവണയും ഉണ്ടാകും. നല്ല ചൂടുണ്ട്, നല്ല ഉഷ്ണമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നതോടുകൂടി സ്വാഭാവികമായും കനത്ത ചൂട് അനുഭവപ്പെടും. അതിനിടയിൽ പൂരം ആസ്വദിക്കുക എന്നത് അഭിമാനമായി കാണുന്നവരാണ് തൃശ്ശൂരിലെ പല ഭാഗത്തുള്ളവരും. നമുക്കറിയാം, തൃശ്ശൂരിൻ്റെ മാത്രം ഒരു പൂരം അല്ല ഈ പൂരം നിൽക്കുന്നത്. തൃശ്ശൂർ പൂരം കേരളക്കരയാകെ ഏറ്റെടുത്തുള്ളൊരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പൂരപ്രേമികളും ആനപ്രേമികളും ഒക്കെ തന്നെ തൃശ്ശൂർ പൂരത്തിനായി വരുന്നത് നമ്മൾ പലതവണ കണ്ടതാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരും വിദേശത്തു നിന്നുള്ളവരും ഒക്കെ തന്നെ വിനോദസഞ്ചാരികളും ഒക്കെ തന്നെ കേരളത്തിലേക്ക് എത്തുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നുകൂടിയാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പതിവ് കാഴ്ചകളാണ് കൊടും ചൂടിൽ ഇത്തരത്തിൽ ആളുകൾ പൂരം ആസ്വദിക്കുന്നത്. പ്രത്യേകിച്ചും തേക്കങ്കാട് മൈതാനത്തിലെ തെക്കേ ഗോപുര നടയിൽ 2 ദേവസ്വത്തിൻ്റെയും ആനകൾ നിരന്നു നിൽക്കുമ്പോൾ കുടമാറ്റത്തിനിടയിലും അതുപോലെ തന്നെ ഇലഞ്ഞിത്തറമേളം വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് നടക്കുമ്പോൾ അവിടെയും ഒക്കെ തന്നെ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് വലിയൊരു പുരുഷാരം മേളത്തിൻ്റെ താളത്തിനൊത്ത് ചാടിക്കളിക്കുന്നതും അതുപോലെ തന്നെ ഉല്ലസിക്കുന്നതും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ ഒരു വിഭാഗം പുരുഷന്മാർ മാത്രമാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും വലിയ രീതിയിൽ പൂര ആഘോഷത്തിന് നഗരങ്ങളിലേക്ക് വരാറുണ്ട്. എന്തായാലും